ഹിന്ദിയുടെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പൗതോം കി പീഡിയ എന്ന ഹരിവംശ് റായ് ബച്ചൻ്റെ കവിതയിലെ അവസാനത്തെ സെക്ഷനാണ്. കവിതയുടെ കർത്താവ് ഹരിവംശ് റായ് ബച്ചൻ. കവിതയുടെ പേര് പൗതോം കി പീഡിയ. കഴിഞ്ഞ 2 സെക്ഷനുകളിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഈ സെക്ഷനിലും ആദ്യത്തെ 2 വരികളിലായിട്ട് പറയുന്നത്. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे है छोटे छोटे कुछ पौधे. കണ്ടു ഒരു വലിയ ആൽമരം നിൽക്കുന്നത്, അതിന്റെ താഴെയായിട്ട് ചെറിയ ചെറിയ കുറച്ചു ചെടികൾ. തനെ ഹുയെ ഉദ്ദണ്ട്, വളർന്ന് ധിക്കാരികളായ. ദേക്കർ മുച്ച്കോ ഗർജെ, എന്നെ നോക്കിയിട്ട് അലറി. ഹംകോ ചോട്ടാ രക്കർ ഹി, ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ. യഹ് ബഡാ ബനാ ഹെ, ഇത് വലുതായി തീർന്നു. ജന്മ അഗർ ഹം പഹ്ലെ പാത്തെ തോ ഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് വലുതായി തീർന്നു. ജനനം ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ, ലഭിച്ചിരുന്നെങ്കിൽ, അതിനാൽ ഞങ്ങൾ ഇവന്റെ ചേട്ടനാകുമായിരുന്നു. ഹംകോ ചോട്ടാ രക്കർ ഹി, ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ. ഹംകോ ഞങ്ങളെ, ചോട്ടാ രക്കർ ചെറുതാക്കി വെച്ച്, ഹി തന്നെ. ഹംകോ ചോട്ടാ രക്കർ ഹി, ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ. യഹ് ബഡാ ബനാ ഹെ, ഇത് വലുതായി തീർന്നു. ജന്മ അഗർ ഹം പഹ്ലെ പാത്തെ തോ, ജനനം ഞങ്ങൾക്ക് ആദ്യം ലഭിച്ചിരുന്നെങ്കിൽ. തോ ഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഞങ്ങൾ ഇവന്റെ ചേട്ടനാകുമായിരുന്നു. ഹം ഇസ്കെ ദാദാ കഹ്ലാത്തെ, ഞങ്ങൾ ഇവനെ മുത്തച്ഛനെന്ന് വിളിക്കുന്നു. ഇസ് പർ ചാത്തെ, ഇതിന് തണലിൽ കഴിയുന്നു. നഹി വക്ത് കാ ജുൽമ ഹമേശ ഹം യോം ഹി സഖ്തേ ജായേംഗെ, കാലത്തിന്റെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ സമയത്തിന്റെ അടിച്ചമർത്തൽ എപ്പോഴും ഞങ്ങൾ തന്നെ സഹിച്ചു പോകില്ല. ഹം ഇസ്കെ ദാദ കഹ്ലാത്തെ, ഞങ്ങൾ ഇവനെ മുത്തച്ഛനെന്ന് വിളിക്കുന്നു. ഹം ഞങ്ങൾ, ഇസ്കെ ഇവനെ, ദാദ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ, കഹ്ലാത്തെ എന്ന് വിളിക്കുന്നു. ഹം ഇസ്കെ ദാദ കഹ്ലാത്തെ, ഞങ്ങൾ ഇവനെ മുത്തച്ഛനെന്ന് വിളിക്കുന്നു. ഇസ് പർ ചാത്തെ, ഇതിൻ തണലിൽ കഴിയുന്നു. നഹി വക്ത് കാ ജുൽമ് ഹമേശ, നഹി ഇല്ല. വക്ത് കാ ജുൽമ് സമയത്തിന്റെ അടിച്ചമർത്തൽ, ഹമേശ എപ്പോഴും. ഹം യോം ഹി സഖ്തേ ജായേംഗെ, ഞങ്ങൾ തന്നെ സഹിച്ചു പോകില്ല. ഈ വരിയിൽ നഹി എന്ന് പറഞ്ഞിരിക്കുന്നത് വരിയുടെ ആദ്യം തന്നെയാണെങ്കിലും മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനമായിട്ട് വരും. നഹി വക്ത് കാ ജുൽമ് ഹമേശ ഹം യോം ഹി സഖ്തേ ജായേംഗെ, കാലത്തിന്റെ അടിച്ചമർത്തൽ എപ്പോഴും ഞങ്ങൾ തന്നെ സഹിച്ചു പോകില്ല. ഹം കാംതോം കി, ഞങ്ങൾ മുള്ളുകളുടെ. ആരി വാള്. ഓ കുലാടി മഴു. അബ് ഇപ്പോൾ. തയ്യാർ കരേങ്കി തയ്യാറാക്കും. ഞങ്ങൾ മുള്ളുകളുടെ വാളും മഴുവും ഇപ്പോൾ തയ്യാറാക്കും. ഹം കാംതോം കി ആരി ഓർ കുലാടി അബ് തയ്യാർ കരേങ്കി, ഞങ്ങൾ മുള്ളുകളുടെ വാളും മഴുവും ഇപ്പോൾ തയ്യാറാക്കും. മുള്ളുകളുടെ വാള് പറഞ്ഞാല് സാധാരണ മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന, അതാണ് മുള്ളുകളുടെ വാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിർ ജബ് ആപ് യഹാം ആയേംഗെ, ഇനി താങ്കൾ ഇവിടെ വരുമ്പോൾ. ബർഗത് കി ടാലി ടാലി കടത്തി പായേംഗെ, ആലിന്റെ ശിഖരമായ ശിഖരങ്ങൾ മുറിച്ച് മാറ്റപ്പെടും. ടൂണ്ട് മാത്രിയ ഹ്രഹ് ജായേഗ, വെറും കുറ്റി ഇവിടെ അവശേഷിക്കും. അതായത് ആ മരം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആ കടഭാഗം മാത്രം അവിടെ അവശേഷിക്കും. ഓ നികൽ ജായേംഗെ തബ് ഹം ഇസെ സമൂച്ച, പിന്നെ ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി വിഴുങ്ങുകയും ചെയ്യും. നികൽ ജായേംഗെ വിഴുങ്ങുക, നികൽ ജായേംഗെ വിഴുങ്ങുകയും ചെയ്യും. തബ് പിന്നെ, ഹം ഇസെ സമൂച്ച, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി. ഓർ നികൽ ജായേംഗെ തബ് ഹം ഇസെ സമൂച്ച, പിന്നെ ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി വിഴുങ്ങുകയും ചെയ്യും. ടൂണ്ട് മാത്രിയ ഹ്രഹ് ജായേഗ, വെറും കുറ്റി മാത്രം ഇവിടെ അവശേഷിക്കും. എങ്ങനെ അവശേഷിക്കും? നങ്ക പൂച്ച, നഗ്നനായിട്ട്. ഓർ നികൽ ജായെങ്കിൽ തബ് ഹം ഇസെ സമൂച്ച, പിന്നെ ഞങ്ങൾ ഇതിനെ
പൂർണ്ണമായി വിഴുങ്ങുകയും ചെയ്യും. കണ്ടു ഒരു വലിയ ആൽമരം നിൽക്കുന്നത്. അതിന്റെ താഴെയായിട്ട് ചെറിയ ചെറിയ കുറച്ചു ചെടികൾ വളർന്ന് ധിക്കാരികളായ എന്നെ നോക്കിയിട്ട് അലറി. ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് വലുതായി തീർന്നു. ജനനം ഞങ്ങൾക്ക് ആദ്യം ലഭിച്ചിരുന്നെങ്കിൽ അതിനാൽ ഞങ്ങൾ ഇവന്റെ ചേട്ടനാകുമായിരുന്നു. ഞങ്ങൾ ഇവനെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നു. ഇതിൻ തണലിൽ കഴിയുന്നു. കാലത്തിന്റെ അടിച്ചമർത്തൽ എപ്പോഴും ഞങ്ങൾ തന്നെ സഹിച്ചു പോകില്ല. ഞങ്ങൾ മുള്ളുകളുടെ വാളും മഴവും ഇപ്പോൾ തയ്യാറാക്കും. ഇനിയും താങ്കൾ ഇവിടെ വരുമ്പോൾ ആലിന്റെ ശിഖരമായ ശിഖരങ്ങൾ മുറിച്ച് മാറ്റപ്പെടും. വെറും കുറ്റി മാത്രം ഇവിടെ അവശേഷിക്കും, നഗ്നനായി. പിന്നെ ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി വിഴുങ്ങുകയും ചെയ്യും.